അപ്പൊ നിങ്ങളെല്ലാവരും കേട്ടല്ലോ, അവര് കളി നിർത്തുവാണെന്ന്. അതായത് കുപ്രസിദ്ധ ഊടായിപ്പ് ഹണി ട്രാപ്പുകാരിയും അവളുടെ മാമനും കളി നിർത്തുവാണെന്നാണ് ആ ജന്തുക്കൾ പറയുന്നത്. അതെങ്ങനെയാടി ശരിയാവുക? കളി അങ്ങോട്ട് ഹരം പിടിച്ചു വരുമ്പോൾ ആദ്യത്തെ പകുതിയും നീ ഗോൾ അടിച്ചു, സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ ഗോൾ അടിക്കാൻ ഇറങ്ങുമ്പോൾ എന്തടി നീ കരക്കേറിയിരിക്കുന്നത്? സുല്ലിട്ടോ നീ? കളിക്കിറങ്ങുമോളെ നീ കളിക്കാനിറങ്ങ്. നിന്റെ അവസാനത്തെ ആയുധം നീ പ്രയോഗിച്ചു, അതിലും കുലുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ നീയും നിന്റെ മറ്റവനും കൂടി സുല്ലിട്ട് കരക്ക് കയറി. അങ്ങനെ ഇരുന്ന എങ്ങനെയാടി ശരിയാവുക? അതാ ചോദിക്കുന്നത്. ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി പല വഴിയും അന്വേഷിച്ചു നടന്ന നീ അതും കൊണ്ടും ഞങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സുല്ലിട്ട് കയറിയിരിക്കുന്നു. അടുത്ത അടവ്. കൊള്ളാടി കൊള്ളാം. നാളെ നീ വീണ്ടും അന്യന്റെ പോലെ കുരച്ചുകൊണ്ട് ചാടി ഇറങ്ങി വരും. അതാണ് നീ. ഇടി തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച നട്ടല്ലുള്ളവളാണെങ്കിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ ഇറങ്ങടി നിന്റെ മറ്റവനെയും കുട്ടി. അതാ പറയാനുള്ളത്. കളി ഞങ്ങള് കാണിച്ചു തരാടി. നീ കണ്ടോ, 2-3 ദിവസം കഴിഞ്ഞോട്ടെ, കളി ഞങ്ങള് കാണിച്ചു തരാം. നീ എന്താ വിചാരിച്ചത്? 2 പെണ്ണുങ്ങൾ ഇപ്പൊ 2 പെണ്ണുങ്ങളായോ? 5-6 പെണ്ണുങ്ങളൊക്കെ പോയോ? നീ എല്ലാം നിന്റെ ചത്തുപോയ കുഴി കിടക്കുന്ന ഉപ്പാപ്പ വന്നാലും ഞങ്ങളെ ഒതുക്കാൻ പറ്റൂല. നിന്റെ ഉപ്പാപ്പാനെ വിറ്റ കാശ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ ഞങ്ങളെ ഒതുക്കാൻ വന്നതാ സോഷ്യൽ മീഡിയയിൽ. ഒതുങ്ങിയടി, ഒതുങ്ങി, നല്ലോണം ഒതുങ്ങി തരാടി. ഇപ്പൊ നിങ്ങളെല്ലാവരും കേട്ടല്ല, ഇവള് കളി നിർത്തി. ഇവള് ഇനി ഞങ്ങളെ പറ്റി പറയാനില്ല. ഞങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ? എടി ആരടി BJP നേതാവ്? നിന്റെ BJP നേതാവിനെ നീ വെളിച്ചത്ത് കൊണ്ടുപോടി. അങ്ങനെ ഒരാളുണ്ടോടി? നീ പരസ്യമായിട്ട് BJP-കാർക്കിടെ നെഞ്ചത്ത് ആണി അടിച്ചുകൊണ്ട് ഇപ്പൊ കളിക്കുന്നതും BJP-കാരോടല്ലേ? ഇപ്പൊ നീ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും BJP-കാരോടല്ലേ? നീ CPM ആണെന്ന് വിളിച്ചു പറഞ്ഞ വീഡിയോ ഉണ്ടടി ഇവിടെ. നീ ആരെയെ പറ്റിക്കാൻ നോക്കുന്നത്? ഒരു CPM-കാരി അവളുടെ കച്ചവട ലാഭത്തിന് വേണ്ടി BJP നേതാവിനെ പോയി കാണുന്നു. BJP നേതാക്കന്മാരെന്തടി കിഴങ്ങന്മാരോ? അതാ ചോദിക്കാനുള്ളത്. അവർക്കൊന്നും ബോധമില്ലേ, ബുദ്ധിയില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? നീ വരുമ്പോ കയറ്റിയിരുത്തി സ്വീകരിക്കാൻ നീ ആരാ അടിച്ചൂലെ? നീ സകല BJP-കാരെ ഒന്നടങ്കം പറഞ്ഞ വീഡിയോ ഉണ്ട് ഇവിടെ. നീ അത്രയ്ക്ക് ധൈര്യമുള്ളവളാണെങ്കിൽ കൊണ്ടുവന്ന് കാണിക്ക് നിന്റെ BJP നേതാവിനെ. അപ്പോഴേ അറിയാം. നിന്റെ 19ാമത്തെ അടവും നീ പുറത്തെടുത്തു, അതും ബലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിന്റെ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുന്നു. ഇവള് ഉൾവലിഞ്ഞ് അട്ടേനെ പോലെ അകത്തേറിയിരിക്കുന്നത് എന്തിനാണ്? എന്തടി ഞങ്ങളോട് മുട്ടി നിൽക്കാനുള്ള ആ ആംബിയർ നിനക്കും നിന്റെ മാമയ്ക്കും ഇല്ലേ? നിന്റെ മറ്റവനും ഇല്ലേ? അതാണ് ചോദിക്കുന്നത്. ആംബിയർ ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ ഇറങ്ങാവുള്ളൂ. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കളിക്കാൻ ഇറങ്ങുമ്പോൾ കളി പകുതിക്ക് വെച്ച് സുല്ലിട്ട് പോയിട്ട് കേറി ഇരിക്കരുത് നീ കളിക്കളത്തിന്ന്. മനസ്സിലായ? ഏമ്പോക്കിച്ചൂലെ അവക്കടെ ഒരു അവിടെ കുത്തും ഇവിടെ കുത്തും പാണ്ടിലോറി നിർത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? പൂരത്തെറിയാണ് കമന്റിന് പറയുന്നത്. പൂരത്തെറി എവിടെ കേൾക്കാം? ഭരണിക്ക് പോലും, കൊടുങ്ങല്ലൂര് ഭരണിക്ക് പോലും നമുക്കിത് കേൾക്കാൻ കഴിയോ? ഇല്ല. അമ്മാതിരി തെറിയാണ് ലൈവിലിരുന്ന് പറയുന്നത്. എന്നിട്ട് നിർത്തിയെന്ന്. എന്തടി നിർത്തിയേ? നീ അത് പറ. നീ എന്തിനാടി നിർത്തിപ്പോണത്? നീയല്ലേ വലിയ വില്ലാളി വീരത്തി. മുതുമുത്തശ്ശിമാരെ വരെ അടുക്കിയിട്ടുള്ള ആളാണ് നീ എന്ന് പറഞ്ഞു. അത്രത്തോളം കഴിവുള്ള നീ എന്തിനാടി അളയെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിവാടി നീ. നിന്നെ ഞങ്ങള് ഓടിച്ച് അളയെ കയറ്റിയപ്പം നിനക്ക് പോകാൻ സ്ഥലമില്ല, ഇടം വലം തിരിയാൻ നിനക്ക് സ്ഥലമില്ല. പേടിച്ചു. എടി നീ ഇനി പേടിക്കാൻ പോണേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ടെസ്റ്റ് ഡോസാ. പുറകെ വരുന്നുണ്ടടി നിനക്ക്. 2 ദിവസം കഴിഞ്ഞോട്ടെ, നിനക്ക് കാണാം. വെയിറ്റ് ചെയ്യ് നീ. ഇപ്പൊ 2 പെണ്ണുങ്ങളായി, 5-6 പെണ്ണുങ്ങളൊന്നുമില്ല. നീ എന്താ വിചാരിച്ചേ? നീ എത്ര പേരെ പറഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ പുറയില്. നീ ഞങ്ങള് 2 പേരാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കല്ലേ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇനി ഞങ്ങളോട് മുട്ടി നിൽക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മുട്ടി നിന്നോ. നിന്റെ അടപ്പൂരി കയ്യിൽ തരും. നിന്റെ പുക കണ്ടിട്ടേ ഞാൻ അടങ്ങൂ, ഞങ്ങൾ അടങ്ങുള്ളൂ. നിന്റെ അവന്റെയും എല്ല് വലിച്ചൂരി കുട്ടിയും കോലും കളിക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ലടി. വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാതെ കുറെ നാളിരുന്നു. ഇപ്പൊ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് കളിന്ന് ഞങ്ങൾ നിന്നെ കാണിച്ചു തരാം. നീ കളി പകുതിയായിപ്പോ ഓടിപ്പോയിട്ട് അയ്യോ സുല്ല് എന്നും പറഞ്ഞ് കളിക്കളത്തിന്റെ മോളിൽ കയറി ഇരിക്കാണ്ട് നീ ഇറങ്ങിക്കോ, താഴത്തേക്ക് ഇറങ്ങിക്കോ. നിന്നെ ഇവിടെ ഇട്ട് ഫുട്ബോൾ തട്ടണ പോലെ തട്ടും. ഞങ്ങളെ പോലെ കുറെ സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാ BJP നേതാക്കൾ ഇതിനകത്ത് ഇടപെടാത്തത്? അവർക്ക് പേടിയാ.
ഏത് സമയത്ത് എങ്ങനെ തിരിയണേന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഒരു BJP നേതാവിന്റെ പേര് പറഞ്ഞു വന്നിട്ടുണ്ട്, ഞാൻ CPM ആണ് എന്ന് വിളിച്ചു പറഞ്ഞ് ഈ നായിന്റെ മോള് വീണ്ടും BJP നേതാക്കളെ കാണാൻ പോയിട്ടുണ്ടെന്ന്. ഏത് നേതാവാടി നിന്നെ കയറ്റുക? നീ ആരടി ചൂലേ അത് പറ. മര്യാദയ്ക്ക് നിനക്ക് വരയ്ക്കാൻ അറിയോ? മര്യാദയ്ക്ക് വരയ്ക്കാൻ പോലും അറിയാത്ത നീ ഒരു പൂർണ്ണതയില്ലാത്ത ഒരു ചിത്രം കാണിച്ചിട്ട് ഈ കണ്ട നേതാക്കളെ മുഴുവൻ നീ വലയിലാക്കാൻ നോക്കി. പക്ഷെ നടന്നില്ലടി. എന്തേ നിന്റെ നാടകം ചീറ്റിപ്പോയി. അപ്പോഴത്തേക്കും കുറെ പെണ്ണുങ്ങൾ അവിടെ ഇടപെട്ടു, കൃഷ്ണൻ അവിടെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് നിന്റെ നാടകം പൂർണ്ണതയിൽ എത്താഞ്ഞത്. ഗുരുവായൂര് നീ എന്നും കേറി നിരങ്ങി വിലസാമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കൂലടി. ഹിന്ദുക്കൾക്കിടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പലം ഹിന്ദുക്കളുടെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ചോണ്ട്, എടി ഹണി ട്രാപ്പുകാരി, നീ അവിടെ പീഡനവും കഴിഞ്ഞ് അതിന്റെ അപ്പുറവും കഴിഞ്ഞ് പോക്സോ കേസും കൊടുത്തിട്ട് നീ അമ്പലത്തിൽ കയറി നിരങ്ങാന്ന് വിചാരിച്ചോ? അവിടെ ഇരിക്കുന്ന കണ്ണനെ സത്യമുള്ളതാടി. ഇമാതിരി ആളുകളെ ഉപദ്രവിച്ചും ദുഷ്പ്രവർത്തികളും ചെയ്തിട്ട് കണ്ണന്റെ തിരുനടയിൽ കയറി അത്രത്തോളം സത്യമുള്ള ആ നടയിൽ കയറി ബലസാമെന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഞങ്ങളെ പോലെയുള്ള കുറെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് കണ്ണൻ നിന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. എന്നിട്ട് ആ ജാള്യത മറയ്ക്കാൻ, ആ മാനക്കേട് മറയ്ക്കാനായിട്ട് കണ്ണന്റെ ഫോട്ടോ പിടിച്ചിരുന്നു മോങ്ങുന്നു. പോയി വല്ല തൂമ്പാപ്പടിക്കും പൊയ്ക്കൂടേടിയ. കണ്ണന്റെ ചിത്രം പിടിച്ച് നീ മോങ്ങി കാണിച്ചിട്ട് ഒരു കാര്യമില്ലടി. നിനക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നീ എന്റെ കൂടെ വന്നിരുന്ന് വരയ്ക്കാൻ ഞാൻ പറഞ്ഞോ? നീ ഞാൻ പറഞ്ഞ ചലഞ്ച് ഏറ്റെടുക്ക്. ഒരു വെള്ള പേപ്പറിൽ ഇരുന്ന് വരയ്ക്കാം, പബ്ലിക്കിന്റെ മുമ്പിൽ അവര് തരുന്ന പേപ്പറിൽ. ഏത് ഫോട്ടോയാണോ അത് മുന്നിൽ വെച്ചിട്ട് നോക്കി വരയ്ക്കാം. നീ വായോ. നിനക്ക് എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? എന്നോട് മുട്ടി നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ വന്ന് എന്റെ ഒപ്പം ഇരുന്ന് വരയ്ക്ക്. അതാണ് നീ കാണിക്കേണ്ട മിടുക്ക് എന്ന് പറയുന്നത്. അല്ലാതെ നീ ഇത്തരം കച്ചറ നാടകങ്ങൾ നടത്തിയിട്ട് ആ അടവും 18 അടവും എടുത്ത നീ 19ാമത്തെ അടവും എടുത്തുകൊണ്ട് അതും ഫലിക്കൂല എന്നായപ്പോ നീ ഓടിപ്പോയിട്ട് ആളെ കയറിയിരുന്നിട്ട് അയ്യോ ഞങ്ങൾ ശുല്ലിട്ടോ, ഞങ്ങൾ ഇനി കളിക്കില്ല ശരി എന്ന് പറഞ്ഞു പോണത് മര്യാദയാണോടി? ഇത് എവിടുത്തെ ന്യായാണ്? ഫസ്റ്റ് മാച്ചിൽ ഞങ്ങൾ കളിച്ചില്ല, അത് ഞങ്ങളുടെ തെറ്റ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങി തന്നെയാണ് ഈ കുറച്ച് പേര് നിൽക്കുന്നത്. നീ വായോ. നിന്റെ കേസും പുല്ലും ഒക്കെ ആയിട്ട് വന്നാലും നിനക്ക് ഇവിടെ ആരെയും ഞൊട്ടാൻ കഴിയില്ല, ഇവിടെ ആരും പേടിക്കൂല്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ചിലക്കുന്നുണ്ടെങ്കിൽ നീ വിചാരിച്ചോ നിന്റെ പുക കണ്ടിട്ടേ ഞങ്ങൾ പോകുള്ളൂ. കഴിയാറായി, നിന്റെ കട്ടയും പടവും മടങ്ങേണ്ട സമയമായി. നിന്റെ പുക കാണാൻ കൃഷ്ണൻ ഞങ്ങളെ ഇറക്കി വിട്ടതാണ്. ഞങ്ങൾ അങ്ങനെയാ വിശ്വസിക്കുന്നത്. നാണൂലേടി ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ നിർത്തിയെന്ന് പറയാനായിട്ട്? ആംബിയർ ഇല്ല രണ്ടിനും. ഈ ആംബിയർ ഇല്ലാത്ത നിങ്ങളാണോ എന്നെ തൃശ്ശൂര് വന്ന് അടിക്കുന്നു പറഞ്ഞത്? ഇപ്പോഴും ഞാൻ പറയാണ്, വന്നടിക്കടി, എന്റെ വീട്ടിൽ വന്നടിക്ക്. നീയല്ലേ പറഞ്ഞേ വെല്ലുവിളിച്ചത് എന്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലുന്ന്, സമ്മാനം തരാൻ, എനിക്കൊരു പൊൻപണം തരാൻ, ഇങ്ങനെയൊക്കെയല്ലേ നീ എഴുതിയിടുന്നത്? നീ വന്നടിക്കടി എന്റെ വീട്ടില്. നിന്റെ BJP നേതാവിനെ നീ കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് കാണട്ടെ. ഏത് BJP നേതാവ് അടിയിനി നിന്റെ കൂടെ നിൽക്കുക? നീ വെറും വിഷടി, വിഷം. നിന്നെ അടുത്ത് പോലും കൊണ്ടൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ വിഷത്തിന്റെ വാട അടിച്ചിട്ട് നമ്മൾ ഇല്ലാതായി പോകും. മനസ്സിലായ? അത്രത്തോളം വെറും വിഷമാണ് നീ, വെറും വിഷം. നിന്നെ അടുത്ത് പോലും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. അമ്മാതിരി നീ ഇരിക്കുന്ന ആ സ്ഥലം നീ മൊത്തം കരിച്ചു കളയും. അമ്മാതിരി വിഷം ചീറ്റുന്ന വിഷവിത്താണ് നീ. കളി നിർത്തി, അത്ര കളി നിർത്തി. BJP നേതാവ് പറഞ്ഞു കൊടുത്തുന്ന്. ഏത് BJP നേതാവ് പറഞ്ഞു കൊടുത്തിട്ടാടി നീ വീഡിയോ മുക്കിയത്? നിന്റെ മുട്ടു വിറച്ചു. നീ വിചാരിച്ചത് എന്നെ അങ്ങ് ഇതിന്നങ്ങോ നിർത്തിക്കാം, മിണ്ടാതാക്കാം, ആ അടവും വലിക്കില്ല എന്ന് കണ്ടപ്പോൾ നിന്റെ മുട്ട് വിറച്ചു. എടി ഞങ്ങളെ പോലുള്ള കുറെ ഹിന്ദുക്കളെ ഇതിന്റെ പുറകിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിവേര് മാന്തിയിട്ടേ വരുള്ളൂ. ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അടിവേര് മാന്തിയിരിക്കും. നീ എത്ര കളിക്കാൻ പറ്റുമെങ്കിൽ നീ കളിക്ക്. നിന്റെ കളി ഇനി ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങളും കളിക്കാൻ കരുതി തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുന്നത്. എന്താ നീ സുല്ലിട്ട് പോയത്? അതാണ് ചോദിക്കുന്നത്. പകുതിക്ക് വെച്ച് കളി നിർത്തി പോകുന്നത് ഒരു കളിക്കാരന്റെ ലക്ഷണാണോ? അപ്പൊ ആ കളിക്കാരന് ആംബിയർ ഇല്ല എന്നല്ലേ? നിനക്കും നിന്റെ മാമനും പിടിച്ചു നിൽക്കാനുള്ള ആംബിയർ ഇല്ലാത്തത് കൊണ്ട് തോറ്റോടിപ്പോയി. ഞങ്ങൾ ഓടിച്ച ആളെ കയറ്റി. ആളേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിർവാഹമില്ല. ഇനി എന്തു പറയും? ഇനി ആരെ പറയും? ഇതൊക്കെ ഇവൾക്ക് പുല്ലാണ്. ഇപ്പൊ ഇത് പറയുന്ന അവള് കുറച്ചു നേരം കഴിയുമ്പോ അടുത്ത വീഡിയോ ഞങ്ങളെ പറ്റി ഇറക്കും. അതാണ് അവള്. ഇവളുടെ കളി നിൽക്കാറായിട്ടുണ്ട്. ഇവളുടെ കളി ഞങ്ങൾ നിർത്തും. ഞങ്ങൾ അതിനുള്ള പണികളിലാണ്. 2-3 ദിവസം കൂടി നിങ്ങൾ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കാണാം. അതേ എനിക്കിപ്പൊ പറയാൻ പറ്റുള്ളൂ. ബാക്കി കളി കണ്ടു തന്നെ അറിയണം.
എത്ര സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇവള് അപരാധം പറഞ്ഞു. ആ സ്ത്രീകളൊക്കെ എന്താ വെറുതെ ഇരിക്കുന്നു കരുതിയോ? നീ പേടിച്ചോടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. നീ ഇറങ്ങി നിക്ക്. ഇത്രയും ദിവസം പന്ത് നിന്റെ കോർട്ടിലായിരുന്നു, ഇപ്പം പന്ത് ഞങ്ങളുടെ കയ്യിലാ. ഇനി ഞങ്ങളൊന്ന് കളിക്കട്ടെ, നീ കളി കണ്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്.